എന്താ മോളെ ഇപ്പോൾ അന്ന് എന്തായാലും ചടങ്ങ് എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നത്? ഇവിടെ ഗുരുപൂജ നടത്തിയിട്ടാകുമ്പോൾ ടീച്ചേഴ്സ് അവരുടെ കാലിൽ വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മൾ പുഷ്പാർച്ചന നടത്തി അനുഗ്രഹം മേടിച്ചു. അന്ന് ഈ ഇങ്ങനെ ഈ പുറത്തൊക്കെ നടക്കുന്ന വാർത്തകളൊക്കെ അറിയുന്നുണ്ടോ ഇവിടെ? ഇല്ല. ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? സതി, പുറത്തൊക്കെ നടക്കുന്ന വാർത്തയൊക്കെ അറിഞ്ഞോ? അറിഞ്ഞിനി. അപ്പൊ എന്താ പറയാനുള്ളത്? ഈ ഗുരുപൂജ നടത്തുമ്പോൾ നിങ്ങൾ തന്നെയാണല്ലോ ഗുരുപൂജ നടത്തിയ ആൾക്കാർ. അപ്പൊ എന്താ പറയാനുള്ളത്? ഗുരുപൂജയ്ക്ക് നമ്മൾ ആരുടെ കാലൊന്നും കഴുകിയിട്ടില്ല. നമ്മൾ പുഷ്പാർച്ചന ചെയ്തിട്ട് അവരുടെ അനുഗ്രഹം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പഠിക്കുന്ന തുടക്കം തൊട്ടേ ഇത് നടക്കുന്നുണ്ടോ ഇവിടെ? ഉണ്ട്. ഇപ്പം ഈ പുറത്ത് നടക്കുന്ന വാർത്തയൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി? സങ്കടം തോന്നി. നമ്മൾക്കൊരു പ്രശ്നമില്ല, പക്ഷെ പുറത്ത് പറയുന്നത് ഇത് ഭയങ്കര മോശമായിട്ടില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അച്ഛനോടും അമ്മയോട് സങ്കടം പറഞ്ഞു. അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമുക്കെല്ലാം അനുവാദം തന്നിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഈ സ്കൂൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് ബാക്കിയുള്ളവരോട് സംസാരിക്കണം. നമുക്ക് പഞ്ചാംഗ ശിക്ഷണം, യോഗ, സംഗീതം, സംസ്കൃതം എല്ലാം പറഞ്ഞിരുന്നുണ്ട്. ഒരാളോട് എങ്ങനെയാ പെരുമാറേണ്ടത് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആൾക്കാരെ കാണുമ്പോൾ നമസ്തേ പറയണം, അങ്ങനെയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ പഠിത്തം കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നം തോന്നിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ നമ്മളെ പറയാനുള്ള? ഇവിടെ അവർ വന്നിട്ടാകുമ്പോൾ പുഷ്പം അർപ്പിച്ചു കാലിൽ, എന്നിട്ട് അനുഗ്രഹം വാങ്ങി. ഇത് ഈ പുറത്തു നടക്കുന്ന വാർത്തയൊക്കെ ശ്രദ്ധപ്പെട്ടോ? വിഷമം തോന്നി. ഒരു പൊതുവികാരം തന്നെയാണ് ജ്യേഷ്ഠ. കുഞ്ഞുങ്ങളടക്കം ഇവിടെ പറയുന്ന കാര്യങ്ങൾ കണ്ടതാണ്. അപ്പം രക്ഷിതാക്കൾ കൂടുതൽ ആൾക്കാരുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. എന്താ ഈ ഒരു പ്രചരണങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ ഇവിടുത്തെ പാരൻറ്റുമാണ്, അതേപോലെ അധ്യാപികയുമാണ്. അപ്പം ഞാനിപ്പം പെട്ടെന്നാണ് എൻ്റെ കുട്ടികളെ ഇവിടെ ചേർത്തത്. അത് തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഇവിടെ കണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കുട്ടികളോടുള്ള പെരുമാറ്റവും കുട്ടികളുടെ സ്വഭാവം മറ്റുള്ള സ്കൂളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ സരസ്വതി സ്കൂളിലെ കുട്ടികളുടെ പെരുമാറ്റം അത് ഒരാൾ പോലും അതിന് വിമർശിക്കില്ല. അറിഞ്ഞവർ തെറ്റായി പറയില്ല. ആ രീതിയിലാണ് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ കുട്ടികളും ഇതേ രീതിയിൽ വളർന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇനി വർഷം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സമൂഹത്തിൽ കുട്ടികൾ തെറ്റായ രീതിയിലൊക്കെ പോകാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് റോങ് റൂട്ടുകളുണ്ട് പറയുമ്പോൾ. അപ്പം ഇവിടുത്തെ ഒരു പഠന ശൈലി കൊണ്ട് നിങ്ങൾ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, രക്ഷിതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? ഇവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ശിക്ഷണം ഇവർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കുട്ടികളെ ചേർത്തിട്ടുള്ളത്. അതിൽ വലിയൊരു മാറ്റം എന്തായാലും അവർക്ക് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. എൻ്റെ ഒരു അധ്യാപികയെ ഞാൻ കണ്ടാൽ തീർച്ചയായിട്ടും ഞാനൊന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോടൊന്ന് സംസാരിക്കും, ബഹുമാനത്തോട് തന്നെ സംസാരിക്കും. അതും എൻ്റെ കുട്ടീനെ അവർ അനുഗ്രഹിക്കുന്നത് കൂടി കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അതെന്താ ആരും മനസ്സിലാക്കാത്ത. ഇവിടുത്തെ പാരൻസിൻ്റെ അവർ വളരെ ബഹുമാനത്തോടെ വളരെ സ്നേഹിക്കുന്ന ഗുരുക്കന്മാരെയാണ് അവർ സ്നേഹിച്ചിട്ട്, അത്രയും സ്നേഹിക്കുന്ന ഗുരുക്കന്മാരെ അവർ ക്ഷണിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഗുരുക്കന്മാരെ ഇവരുടെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകും അതും കൂടി നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഇവർ അത്രയും സ്നേഹിക്കുന്ന ഗുരുക്കന്മാരെ എന്താ പറയുക, അവർക്ക് ഭയങ്കര വിഷമായി ശരിക്കും പറഞ്ഞാൽ. അത്രയും 90 വയസ്സായ എല്ലാ ഒരു അധ്യാപകനെ അവർ വന്ന് കുട്ടികളെ അനുഗ്രഹിച്ച് പോകുമ്പം ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുത്തു, വളരെ സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷെ അതുപോലെ തന്നെ നമ്മളെ നിങ്ങൾ ആദരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു വിമർശനം കേൾക്കേണ്ടി വന്നല്ലോ, ഒരു 90 വയസ്സായുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ അവരുടെ അധ്യാപകനെ അപമാനിച്ച പോലെ ആ ഒരു രീതിയല്ലേ വരുന്നത്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണ്ടേ. ഇപ്പം നിങ്ങളുടെ കുട്ടികൾ പുറത്തൊരാളോട് മോശമായി പെരുമാറി എന്നൊരാളും പറയില്ല എന്നാണ് എനിക്കിപ്പോൾ ഈ രക്ഷിതാക്കളൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ സരസ്വതി വിദ്യാലയം എവിടെയാണെങ്കിലും സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികൾ നാളെ ഒരിക്കലും ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവരെ കൊണ്ട് നാടിന് ദോഷമുണ്ടാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അവർ തലകുനിക്കേണ്ടി വരില്ല. നല്ല ശീലങ്ങൾ പാലിക്കുന്ന ആൾക്കാർ എങ്ങനെ തലകുനിച്ച് ജീവിക്കേണ്ടി വരിക? അവർ തല ഉയർത്തി തന്നെ ജീവിക്കും. ഒരാളുടെ അച്ഛനും അമ്മയുടെയും ഗുരുവിൻ്റെ ഒക്കെ അനുഗ്രഹം വായിക്കുന്ന ഇത്രയും നല്ലൊരു മഹത്തായ കാര്യം എങ്ങനെ തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്? അത് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ കണ്ട സമയത്ത് ഇപ്പോൾ ഒരുപാട് നേരത്തെ അധ്യാപകരുടെ ശവക്കുഴി ഒരുക്കുന്നതും അധ്യാപകരിരിക്കുന്ന കസേര കത്തിക്കുന്നതും അധ്യാപകർ റിട്ടയർഡ് ചെയ്തു പോകുമ്പം പടക്കം പൊട്ടിക്കുന്നതും ഒക്കെ നമ്മൾ എനിക്കൊന്ന് കാസർഗോഡ് കോളേജിൽ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ്? അത് അവരുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കാരണം പറഞ്ഞാൽ നമ്മളെ ഒരു വർഷത്തിൽ വിദ്യാനികേതൻ്റെ ഒരു ടീച്ചർ പറഞ്ഞ ഒരു വാർഷിക ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് കലണ്ടർ പ്രകാരം
അതായത് ജൂൺ 5 മുതൽ റിപ്പബ്ലിക് ദിനം വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്യണം. അതായത് പൊതുവിദ്യാലയത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മൾക്ക് അത് കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും ഈ പൊതുവിദ്യാലയത്തിലെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഈ പറഞ്ഞ ഓഗസ്റ്റ് 15 ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇതേപോലെ നടത്തി പോകുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ ഈ ഗുരുപൂജ എന്നല്ലേ. അതായത് രക്ഷിതാക്കൾ എല്ലാം മുൻനിർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ സമ്മതത്തോടു കൂടി അവരെ എല്ലാ സമ്മതത്തോടു കൂടി എല്ലാ വർഷവും നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിന് ഈ രീതിയിൽ ചിത്രീകരിച്ചത് കാണിച്ചത് വളരെയധികം മോശമായി പോയി എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഈ സ്കൂളിൻ്റെ പ്രസിഡന്റ് നിലയിൽ എന്താണ് പ്രചരണം കണ്ടു, മാത്രമല്ല ഈ മാധ്യമങ്ങൾ ഇത് വാർത്തയും കൊടുത്തു. പക്ഷേ ഈ മാധ്യമങ്ങൾ ഒരു തലത്തിൽ നിങ്ങളുടെ ഒരു ഭാഗം കേൾക്കാൻ തയ്യാറായില്ല എന്ന് പല ആൾക്കാരോട് നമ്മളോട് പറയുന്നുണ്ടായി. അതായത് നിങ്ങൾ എന്താണ് ആ ഒരു വിഷയത്തിൽ പറയുന്നത്? മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ഇതിനെ കാണുന്നതിന് എന്താ പറയാനുള്ളത്? അതെ, മാധ്യമങ്ങൾ ഇത്രയും വലിയ വാർത്തകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നിട്ടും അതിലേക്കൊരു മാധ്യമങ്ങളിൽ കൂടി ജനങ്ങൾ അറിഞ്ഞു അല്ലാതെ, പക്ഷേ ഈ ഒരു മാധ്യമങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാലയം എന്നുള്ളവർക്ക് ഇതിൻ്റെ സമിതിയായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്മിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ HM-ആയിട്ടോ ഒരു തരത്തിലുള്ള ഒരു ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഇതായിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ കുട്ടികൾ രക്ഷിതാക്കളുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ട പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന രക്ഷിതാക്കളും ഉണ്ട്, അവരുടെ കുട്ടികളുണ്ട്. അവർ മുഖാന്തരം അങ്ങനെയുള്ളൊരു അന്വേഷണം പോലും നടത്താൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ കുട്ടികൾ അനുഗ്രഹം വാങ്ങുക, ഇപ്പം സ്വാഭാവികം മുതിർന്നവരെ കാണുമ്പോൾ ഒരു ബഹുമാനം പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മളൊരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണല്ലോ. ഇപ്പം മകൻ അച്ഛൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നതും ഗുരുവിൻ്റെ കാലിൽ സ്റ്റുഡൻസ് അനുഗ്രഹം വാങ്ങുന്നത് എങ്ങനെയാണ് തെറ്റായിട്ട് കാണാൻ വേണ്ടി സാധിക്കും? അതാണ് ഞങ്ങൾക്കും ഒരു അതിശയമുള്ളത്. എങ്ങനെയാണ് ഇത് തെറ്റായി കാണുന്നു? അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കലാലയങ്ങൾ മറ്റ് കലാലയങ്ങൾ കാണുന്നുള്ള അഭ്യാസ പ്രകടനം നമുക്ക് കാണാം. അപ്പോൾ അതാണോ ശരി, ഇതാണോ ശരിയെന്ന് ജനം വിലയിരുത്തണം. അതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഇതിൻ്റെ ശരിതെറ്റുകൾ ചിന്തിക്കാൻ തയ്യാറാവാതെയാണ് ഈ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അതിൻ്റെ ശരി എന്താണ് തെറ്റെന്താണെന്ന് അവർ പരിശോധിക്കുന്നില്ല. ഏകപക്ഷീയമായ അക്രമം അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഏകപക്ഷീയമായ ആക്രമണം എന്ന് പറയുമ്പോൾ അതാണ് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആണോ എന്നുള്ള സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് വാർത്തകൾ കേൾക്കുന്നു, RSSൻ്റെ കീഴിലുള്ള വിദ്യാലയങ്ങൾ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ RSSൻ്റെ നിയന്ത്രണം എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അതായിരിക്കാൻ തോന്നുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് കലാലയങ്ങൾ കാണുന്ന വലിയ ഇത് കാണാം. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ജനങ്ങളിൽ നിന്നും വരുന്ന എതിർപ്പുകൾ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നും വരുന്ന അവർക്കെതിരായിട്ടുള്ള ആ ഒരു വ്യാപകമായിട്ടുള്ള പ്രതിഷേധം കാണുമ്പോൾ അതിൻ്റെ ഒരു മറ എന്നുള്ള നിലക്ക് അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ കിട്ടുന്ന ഒരു അവസരം പരമാവധി ഇതിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനമായി ഒരൊറ്റ അഭിപ്രായം കൂടി ചോദിക്കും. എന്താണ് ഇപ്പോൾ ഈ ഒരു പ്രതികരണം, അതായത് ഇത്തരം വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ നമ്മുടെ കുട്ടികൾ മാതൃകയാവേണ്ട കാര്യങ്ങൾ മറ്റൊന്നാണ് എന്നൊരു പ്രചരണമാണോ ഈ ഇത്തരക്കാർ നടത്തുന്നതെന്ന് നമുക്ക് തോന്നുന്നു? ഇപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ അടുത്ത് ഇപ്പോൾ SFI നടത്തിയിരിക്കുന്ന സമരങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അതായത് അധ്യാപകരുടെ കോലം കത്തിക്കുക, അതേപോലെ തന്നെ VCയുടെ ചേറെടുത്ത് കത്തിക്കുക, ഇത്തരത്തിലാണെങ്കിൽ അധ്യാപകരുടെ പേരിൽ റീത്ത് വയ്ക്കുക, ഇത്തരത്തിലാണ് ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആൾക്കാർ സമരം ചെയ്യുന്നത്. പക്ഷെ നമ്മളെ കുട്ടികൾ ഇത്തരത്തിലൊന്നും തന്നെ ചെയ്തിട്ടില്ല. അവരിവിടെ ചെയ്തിരിക്കുന്നത് ഭാരതത്തിൻ്റെ പൈതൃകം അനുസരിച്ചുള്ള ഗുരുപൂജ എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രമാണ്. അതിനെ വളരെ തെറ്റായ രീതിയിൽ ഇപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ പ്രസിഡന്റ് പറയുകയുണ്ടായി. അതായത് വളരെ തെറ്റായ രീതിയിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ നിങ്ങളിവിടെ വന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഇവിടെ ഇത്രയധികം മാധ്യമങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം ഒരാൾ പോലും ഈ വിദ്യാലയത്തിലേക്കോ ഈ പറയുന്ന ഈ രക്ഷകർത്താക്കളെയോ അതല്ലെങ്കിൽ ഈ കുട്ടികളെ ഒന്നും ഇത് അറിയിക്കുക അല്ലെങ്കിൽ വിളിക്കുകയോ ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. തികച്ചും തെറ്റായ രീതിയിൽ പാദപൂജ ചെയ്യുന്നു, കാല് കഴിക്കുന്നു എന്നുള്ള രീതിയിൽ തികച്ചും തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിദ്യാലയത്തിൽ അതേപോലെ മറ്റു കുട്ടികൾക്കെല്ലാം വലിയ രീതിയിലുള്ളൊരു മാനസികമായ ബുദ്ധിമുട്ട്. കാരണം ഞങ്ങൾക്കിപ്പോൾ നമ്മൾ ചെയ്തതല്ല, ശരിക്കും സമൂഹത്തിലേക്ക് എത്തിയത് മറ്റൊന്നാണ്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ളത്. ശരിക്കും തെറ്റായ രീതിയിലാണ് ഇതിൻ്റെ പ്രചരണം നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തുള്ള നമ്മുടെ വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗുരുക്കന്മാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ബഹുമാനിക്കല്ല, നിന്ദിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ ഇപ്പോൾ വന്ന മാഷുമാരുടെ കസേര വലിച്ച് താഴെ ഇട്ടിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമാണ്. ഇത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ ഇവിടെ മാതൃപൂജ വരുന്നുണ്ട്, ഇവിടെ അമ്മമാരെ പാത കഴിക്കുന്ന പരിപാടിയുണ്ട്, നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നു, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, അടുത്ത കൊല്ലം ഇതേ പരിപാടി ഇവിടെ തന്നെ നടക്കും. അപ്പോഴെന്താ സംഭവിക്കുന്നത് നമുക്ക് കാണാം. ഇതേ പരിപാടി നമ്മളിവിടെ നടത്തും, ഇതിനേക്കാൾ വിപുലമായ രീതിയിൽ നടത്തും.